ഈച്ചശല്യം കാരണം പൊറുതിമുട്ടിയ തൃശൂർ കുരിയച്ചിറ നിവാസികൾ ഇനി സമരരംഗത്തേക്ക്. ഈച്ചകൾ കാരണം ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ പറ്റാത്ത സാഹചര്യമാണ്. കോർപ്പറേഷൻ ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ അശാസ്ത്രീയ നടത്തിപ്പാണ് ജനങ്ങളെ ദുരിതത്തിലാക്കിയത്. ഈ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്ന ആവശ്യവുമായാണ് ജനങ്ങൾ സമരം സംഘടിപ്പിക്കാനൊരുങ്ങുന്നത്. വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, ഈച്ചശല്യം കാരണം ഉറങ്ങാനോ യാതൊരു തരത്തിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയാത്ത ഒരു ദുരിതാവസ്ഥയിലാണ് ഒരു പ്രദേശം മുഴുവൻ. പക്ഷേ ഈ പ്രദേശവാസികളുടെ പ്രശ്നങ്ങൾ കാണാനോ കേൾക്കാനോ പരിഹരിക്കാനോ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായും കെ പി, ഞാനിപ്പോൾ നിൽക്കുന്നത് കുരിയച്ചിറയിലാണ്. ഈ പ്രദേശത്തെ ഓരോ വീടുകളിലെയും അവസ്ഥ നമുക്ക് നേരിട്ട് തന്നെ കണ്ടറിയാം. ഇതാണ് കാരണം, ഇത്രയധികം ഈച്ചകളാണ് ഒരു ദിവസം ഒരു വീട്ടിലേക്ക് തന്നെ എത്തുന്നത്. ഇത് തന്നെയാണ് ഈ ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ അശാസ്ത്രീയമായിട്ടുള്ള ഒരു നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇത്രയധികം ദുരിതം ഇവിടെയുള്ള ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ഇവിടെ തന്നെ വർഷങ്ങളായി ഒരു അറവുശാല സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ദുർഗന്ധം സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഒരു ജനങ്ങളെ തന്നെ കൂടുതൽ വലയ്ക്കുന്ന തരത്തിലാണ് ഇത്തരത്തിൽ ഈച്ച ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊന്ന് ഭക്ഷണം കഴിക്കുവാനോ അല്ലെങ്കിൽ ഉറങ്ങുവാനോ ഒക്കെ കഴിയാത്ത സാഹചര്യമാണ്. ഈ വീട്ടുകാർ തന്നെ നമ്മളൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ ഒരു ഈച്ച ശല്യം രൂക്ഷമായ തുടർന്ന് എങ്ങനെയാ വീട്ടിലെ അവസ്ഥ? ഇപ്പം ഈച്ചകളെ കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കണം. ഭക്ഷണം പാകം ചെയ്യാനോ കിടന്നുറങ്ങാനോ ഒന്നിനും സാധിക്കണില്ല. ഭയങ്കര ഈച്ച ശല്യം. ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ, സംസാരിക്കാൻ പോലും പറ്റില്ല. വായലിക്കൊക്കെ ഈച്ച വന്നിട്ട് മൂക്കിലും വായലിക്കും ഒക്കെ ഈച്ച വരില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അധികാരികളെ കാണുമ്പോൾ അവരൊക്കെ എന്താ പറയുന്നത്? അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് നമ്മൾ കുറെ കാലമായി അവർക്കൊന്നും ഒരു രീതിയും പ്രതികരിക്കാൻ ചെയ്യുന്നില്ല. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ നിങ്ങളെ പോലത്തെ ചാനലുകാരോട് കാര്യങ്ങൾ പറയും, നിങ്ങൾ സമൂഹത്തിനെ അറിയിക്കുക, എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തരാം. ഇത്രയൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായും വളരെയധികം ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങളൊക്കെ തന്നെയും. അതോടൊപ്പം തന്നെ ഇവിടെ ഈ സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ് ജനങ്ങളൊക്കെ. രാഷ്ട്രീയ ഭേദമന്യേ തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങളൊക്കെ ഈ സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള CPM ബ്രാഞ്ച് സെക്രട്ടറി കൂടെ നമ്മോടൊപ്പം ചേരുകയാണ്. ഇത്തരത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു വിഷയം കോർപ്പറേഷന്റെ ഒരു നിലപാട് എന്താണ്? ഇതിന് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി കോർപ്പറേഷനാണെങ്കിൽ 11 മാസമായിട്ട് ഒരു മീറ്റിംഗ് വിളിക്കുന്നില്ല. ഇതൊന്നും ഒരു പുല്ലുവില കൽപ്പിക്കാതെ ഇവിടെ നിന്ന് തുടർന്നുകൊണ്ടിരിക്കുക. പല ഈച്ചയുടെ മരുന്ന് അടിച്ചിട്ട് വെറുതെ പച്ചവെള്ളന്മാർ വീടുകളിൽ കാണിക്കാൻ വേണ്ടി അടിക്കുന്ന അല്ലാണ്ട് ജനങ്ങൾക്ക് യാതൊരു ഇതിൻ്റെ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ ജനങ്ങളാണ് അനുഭവിക്കുന്നത്. ഈച്ചയുടെ ശല്യം വളരെ വളരെ രൂക്ഷമാണ്. ഇവിടെ ആ പരിസരത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ ക്രിമിനൽ കേസ് വരെ എടുക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ്. ഇപ്പോൾ ഒരു 15 ദിവസം റിമാൻഡിൽ കിടക്കാവുന്ന രീതിയിലുള്ള ക്രിമിനൽ നടപടികൾക്കാണ് കോർപ്പറേഷൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അറവുശാലയും ശാന്തി മന്ദിരും OWC പ്ലാന്റും ചങ്കലിയിട്ട് പൂട്ടിയിട്ടേക്കാണ്. ആ പരിസരത്തേക്ക് നോക്കുമ്പോൾ തന്നെ അവിടെ ഇങ്ങോട്ട് നോക്കണ്ട എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന സാധാരണ ജനങ്ങളെ. എന്താണ് അവിടെ നടക്കണതെന്ന് ഇപ്പോൾ ആർക്കും ഒന്നും പറയാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. ഈ കോർപ്പറേഷന്റെ അധികൃതരെ കാണുമ്പോഴൊക്കെ ഒരു അവർക്ക് ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണമെന്നുള്ള ഒരു ചിന്തയില്ല. കോർപ്പറേഷൻ മേയറായിട്ട് സംസാരിപ്പിച്ച കോർപ്പറേഷൻ മേയർ പറഞ്ഞത് ഈ 8 ഏക്കർ സ്ഥലം ഞങ്ങളുടെ സ്വന്തമാണ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. ഇവിടെ ഇപ്പോൾ ഫിഷറീസിൻ്റെ ഒരു കട വന്നിട്ടുണ്ട്. ഇവിടെ കോർപ്പറേഷനിൽ വരുന്ന വേസ്റ്റുകൾ ഇതിൻ്റെ ഉള്ളിൽ ഡംപ് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും വെറുതെ ആധുനിക അറവുശാല എന്ന് പറയലല്ലാണ്ട് കുഴി കുത്തി ഈ ചോരവെള്ളമൊക്കെ ഓരോ കുഴികളിൽ സ്റ്റോക്ക് ചെയ്തിട്ട് ജനങ്ങൾക്ക് ഒരു നിലയ്ക്കും കുരിയച്ചിറനെ ഒരു ലാലൂരാക്കാനുള്ള ശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് അതാത് ഡിവിഷനിലെ മാലിന്യം അതാത് ഡിവിഷനിൽ സംസ്കരിക്കുക എന്നുള്ള നിലപാട് വിട്ട് ഈ കുരിയച്ചിറ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ 55 ഡിവിഷനിലും മിക്ക ഡിവിഷനിലത്തെയും മാലിന്യം ഇവിടെയാണ് സംസ്കരിക്കുന്നത്. ഇത് ജനങ്ങളിൽ സ്ത്രീകളടക്കം നാളത്തെ പരിപാടിയിൽ മനുഷ്യ ചങ്കലയിൽ അണിനിരക്കും. എല്ലാവരും വിളിച്ചു പറയണേ, മനുഷ്യ ചങ്കലയിൽ ഞാൻ വരുന്നു. വീടിൻ്റെ പുറത്തിറങ്ങാത്ത സ്ത്രീകൾ വരെ വരാന്നുള്ളൊരു രീതിയിലാണ് ഈ മനുഷ്യ ചങ്കലയ്ക്ക് വരുന്നത്. ഇത് ശക്തമായ വലിയൊരു സമരത്തിന് ഇവിടുത്തെ ജനങ്ങളോടൊപ്പം ഈ കുരിയച്ചിറ CPM ബ്രാഞ്ച് കമ്മിറ്റി ഈ സമരത്തിനൊപ്പം ഉണ്ടാവുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. തീർച്ചയായും ഈ കോർപ്പറേഷന്റെ ഇത്തരത്തിലുള്ള നിലപാടിനെതിരെ പ്രാദേശിക CPM നേതൃത്വം വരെ ഇത്തരത്തിൽ ഈ ഒരു സമരത്തിൽ അണിനിരക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രദേശത്തെ അവഗണിക്കുന്ന ഒരു ശ്രമമാണ് നടക്കുന്നത്. അതെ, തീർത്തും അങ്ങനെ തന്നെയാണ്.
ഞാൻ സമരസമിതിയുടെ കൺവീനറാണ്. ഡോക്ടർ ടോമി ഫ്രാൻസ് എന്ന് പറഞ്ഞ ആളാണ്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് പ്രവർത്തിക്കുകയാണ്. ഓരോ പ്രാവശ്യം ഓരോ സമരം നടത്തുമ്പോൾ ഒന്ന് കുറയ്ക്കുന്ന രീതി അന്ന് 2 പൊടിക്കൈ പോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അതൊന്നും ശാശ്വതമായിട്ടുള്ള പരിഹാരത്തിൽ എത്തുന്നില്ല. ഇവിടെ OWC കൺവെർട്ടർ, ആ പ്ലാന്റിന്റെ കൺവെർട്ടർ ഇതേവരെ ചീത്തയായിട്ട് മാസങ്ങളായി. അത് റിപ്പയർ ഇല്ലാത്തതുകൊണ്ടാണ് ഈ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് ഈച്ചകൾ വരുന്നു. അത് കഴിഞ്ഞ് പ്രോസസ്സ് ചെയ്യാനായിട്ട് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ സാധനം കൊണ്ടുപോകുന്നില്ല. അത് പൗഡർ രൂപത്തിലാവുന്നില്ല. അതൊക്കെയാണ് ഇതിൽ പ്രധാന പ്രശ്നങ്ങൾ. ഞാൻ അത്രയും ചുരുക്കി പറയുമ്പോൾ അതാണ് പറയാനുള്ളത്. തീർച്ചയായും ഇത്തരത്തിൽ വലിയ പ്രശ്നത്തിൽ തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാരൊക്കെയും. ഇത് തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന അറവുശാല, അതോടൊപ്പം ശ്മശാനം, വീണ്ടും ഈ മൃഗങ്ങളെ സംസ്കരിക്കുവാൻ വേണ്ടിയിട്ടൊരു ശ്മശാനം കൂടെ ഇങ്ങോട്ടേക്ക് വരികയാണ്. ഒപ്പം തന്നെ ഈ കോർപ്പറേഷന്റെ ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഒരു അശാസ്ത്രീയതയാണല്ലോ ഇത്തരത്തിൽ ജനങ്ങളെ ദുരിതജീവിതത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. ഈ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും അവരെന്ത് പ്രതികരണമാണ് നടത്തുന്നത്? ജനങ്ങളുടെ ഈ ആവശ്യങ്ങൾ മുഖവിലേക്ക് എടുത്തുകൊണ്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് അവർ പറയുന്നുണ്ടോ ഇപ്പോഴും? തീർച്ചയായും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഈ ജനങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള, അവരെ തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടിയും ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും പരാതി. അത് തന്നെയാണ് ഈ ഒരു സമരരംഗത്തേക്ക് ഇറങ്ങുവാനുള്ള കാരണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, രാഷ്ട്രീയ ഭേദമന്യേ ഇവിടെയുള്ള ജനങ്ങളൊക്കെ തന്നെ സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. അത് തന്നെയാണ് LDF ഭരിക്കുന്ന കോർപ്പറേഷൻ ആണെങ്കിൽ പോലും CPMന്റെ പ്രാദേശിക നേതൃത്വം ഉൾപ്പെടെ ഈ ഒരു സമരരംഗത്തേക്ക് വരികയാണ്. അതോടൊപ്പം തന്നെ ഈ വീട്ടുകാരൊക്കെ നിരവധിയായി ഈ ഒരു പ്രശ്നം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. അതെ, ഭക്ഷണം കഴിക്കാൻ പോലും, ഭക്ഷണം പാചകം ചെയ്യാൻ പോലും ഞങ്ങൾക്ക് പറ്റാത്ത അവസ്ഥയാണ്. അത്രയും ഇതാണ്. ഒരു വെള്ളം കുടിക്കണമെങ്കിലോ അതിനൊക്കെ അപ്പളേക്ക് ഈച്ച വീഴും. മോന്തേമ ഈ മൂക്കും ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കണ പോലത്തെ അവസ്ഥയാണ്. നമുക്ക് വാതിൽ തുറക്കാൻ വരെ പറ്റില്ല. പരിയപ്പുറത്ത് ആ വശത്തെ വാതിലും ഈ വശത്തെ വാതിലൊക്കെ അടച്ചിട്ട്, ജനലുകളൊക്കെ അടച്ചിട്ടാണ് ഞങ്ങൾ ഇരിക്കണേ. എന്നാലും അതിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ശല്യമാണ് ഇവിടെ. ഈ ഇതിന്റെ ഇവിടെയൊക്കെ ഇങ്ങനെ കറുത്ത കുത്തുകളാ ഈ ഇതിന്റെ ഈച്ചകളുടെ ഇതുകള് ഇത് അങ്ങനത്തെ ഒരു അവസ്ഥ. അതന്നെ ഭയങ്കര ശല്യ. എങ്ങനെയാണ് ജീവിക്കാൻ പറ്റില്ല സത്യത്തില്. എന്തായാലും ഈ ഒരു പ്ലാന്റ് അടച്ചു പൂട്ടണമെന്നുള്ള ആവശ്യം തന്നെയാണുള്ളത്. അതെ, ഈ പ്ലാന്റ് ഇവിടെ ശാസ്ത്രീയമായി നടത്തിക്കൊണ്ടുപോകാൻ കോർപ്പറേഷന് കഴിയില്ല എന്ന് അവർ തന്നെ തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് അടച്ചുപൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായിട്ടുള്ള കാര്യം. അതിന് ഞങ്ങൾ ശക്തിയുക്തം നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് സമരസമിതിയും ആക്ഷൻ കൗൺസിലും. ആ രീതിയിലുള്ള പരിപാടികൾ വളരെ ശക്തിമത്താക്കാനായിട്ടുള്ള ആലോചനയിലാണ് നാളെ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുക. ഈ മനുഷ്യച്ചങ്ങലയിൽ നിന്ന് കൂടുതൽ ആവേശം ഉൾക്കൊണ്ട് ഞങ്ങൾ അതിനും വലുതായ സമരപരിപാടികളിലേക്ക്, കടുത്ത സമരപരിപാടികളിലേക്ക് ഞങ്ങൾ കടന്നു പോകും എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. കാരണം സ്വൈര ജീവിതമാണ് മനുഷ്യൻ ആഗ്രഹിക്കുക. ആ ജീവിതത്തിന് കോർപ്പറേഷൻ അനുവദിക്കുന്നില്ലെങ്കിൽ ആ കോർപ്പറേഷനെ ഭരിക്കാൻ തന്നെ ഞങ്ങൾ അനുവദിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഈ ഒരു പ്രദേശത്ത് മാത്രം എന്തുകൊണ്ടാണ് ഇത്രയധികം അറവുശാലയായാലും ശ്മശാനമായാലും അതുപോലെ തന്നെ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശ്മശാനം, ഈ ഒരു ജൈവമാലിന്യ പ്ലാന്റ് എന്തുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് മാത്രം ഇത്രയധികം സാധനങ്ങൾ കൊണ്ടുവരുന്നത്? അത് ഞങ്ങളിപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. എങ്കിലും അതിൽ രാഷ്ട്രീയമായ കാഴ്ചപ്പാടുണ്ടോയെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഇവിടെ എല്ലാ മാലിന്യ സംസ്കരണത്തിൻ്റെയും കാര്യങ്ങൾ ഇവിടെ തന്നെ കൊണ്ടുവരുമ്പോൾ അതിലെന്തോ ദുരുദ്ദേശമുണ്ട്. കോർപ്പറേഷൻ എന്തോ ദുരുദ്ദേശപരമായിട്ടാണ് കോർപ്പറേഷൻ പെരുമാറുന്നതെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം കാലങ്ങളായിട്ടുള്ള അറവുശാല അത് പുരോഗമിക്കണം, ആധുനീകരിച്ച് നടത്താം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അവർ ആധുനീകരിച്ച് നടത്താൻ പോകുന്നത് എന്ന് അന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിന് തക്ക യാതൊരു പരിപാടിയും ഇവിടെ നടത്തിയിട്ടില്ല. തുടർന്നാണ് ഒരു ക്രിമിറ്റോറിയം മനുഷ്യരെ സംസ്കരിക്കുന്നതിന് വേണ്ടി അത് അത്യാവശ്യമായിരിക്കാം. അത് കഴിഞ്ഞ് അപ്പുറത്ത് അനിമൽ ക്രിമിറ്റോറിയം കൊണ്ടുവന്നു. ഇതിന് കൂടെയാണ് OWC പ്ലാന്റ്. അതും ഒന്നും ശാസ്ത്രീയമായിട്ട് ഇവിടെയുള്ള ഒരു കാര്യവും ശാസ്ത്രീയമായി നടപ്പാക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യം മാത്രമാണ്. കാരണം മനുഷ്യനെ സംസ്കരിക്കുന്ന ആ ക്രിമിറ്റോറിയത്തിലെ പുകക്കുഴൽ കേടുവന്ന് കിടക്കുകയാണ്.
അത് ഇതുവരെ നന്നാക്കാൻ പോലും സാധിച്ചിട്ടില്ല. ഇത്തരത്തിൽ ഒരു കാര്യത്തിനും ഒരു ശ്രദ്ധയുമില്ലാതെ പേരിന് മാത്രം പ്രവർത്തിക്കുന്ന ഒരു കോർപ്പറേഷൻ ഈ ഭാഗത്ത് ഉണ്ട്. ഇത് ഞങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളത് ഒരു സത്യം മാത്രമാണ്. തീർച്ചയായും ഈ കോർപ്പറേഷനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾ. കാരണം അവർക്ക് ഈ നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഓരോ വീടുകളും ഇത് തന്നെയാണ്. ഓരോ വീടുകളിലും നമുക്ക് ദൃശ്യങ്ങളിലൂടെയൊക്കെ കാണുവാൻ സാധിക്കും. ഒരു ദിവസം മാത്രം ഇത്രയധികം ഈച്ചകളാണ് ഈ ഓരോ വീടുകളിലേക്കും എത്തുന്നത്. ഈ പശ പുരട്ടിയ പേപ്പറുകളിലൊക്കെ തന്നെ ഈ ഈച്ചകൾ വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഇവർ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. ഇത്രയധികം കഷ്ടം അനുഭവിക്കുവാൻ വേണ്ടി തങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള കാര്യമാണ് ഇവിടെയുള്ള ജനങ്ങളൊക്കെയും തന്നെ ചോദിക്കുന്നത്. കാരണം കോർപ്പറേഷൻ ഒരു പ്രതികാര നടപടി പോലെയാണ് ഇവിടെയുള്ള ജനങ്ങളോട് പെരുമാറുന്നത് എന്നുള്ള കാര്യമാണ്. അതിൽ തന്നെയാണ് രാഷ്ട്രീയ ഭേദമന്യേ ഇവിടെയുള്ള ജനങ്ങൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഈ ഒരു സമര രംഗത്തേക്ക് വരുന്നത്. എന്തായാലും ഇവിടെയുള്ള ജനങ്ങളുടെയൊക്കെ പ്രതികരണം ഇങ്ങനെ തന്നെയാണ്. എങ്ങനെ പോകുന്നു ഓരോ ദിവസവും? ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. ഇപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യാനോ കിടക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നിനും സാധിക്കണില്ല. ഇതൊക്കെ ഓരോ റൂമുകളിൽ വെച്ചിട്ടുള്ള ഷീറ്റുകളാണ്. ഒരു ദിവസത്തെയാണ് ഇതൊക്കെ ഉള്ളത്. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടികൾക്ക് പല അസുഖങ്ങളും ഇതുമൂലം വരുന്നുണ്ട്. എന്തായാലും ഈ സമരരംഗത്തേക്ക് ഇറങ്ങാനും ഇത് അടച്ചു പൂട്ടണമെന്ന് തന്നെയാണ്. അടച്ചു പൂട്ടണം തന്നെ. അത് അവർക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് പറ്റുന്നില്ല. എപ്പോഴും കേടുപാടുകളൊക്കെ തന്നെയാണ്. അത് കാരണം കൊണ്ട് ഇത് ഇനി അടച്ചു പൂട്ട് തന്നെയാണ് വേണ്ടത്. പിന്നെ ഇത്രയും ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ജനവാസ മേഖലയാണല്ലോ. ഇവിടെ ഇങ്ങനത്തെ ഒരു പ്ലാന്റ് നടത്തിക്കുന്നത് തന്നെ ശരിയല്ല. തീർച്ചയായും ഈ ജനങ്ങളൊക്കെ തന്നെയും ഈ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചു പൂട്ടണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. കാരണം അത് കൃത്യമായ രീതിയിൽ കൊണ്ടുപോകുവാൻ പറ്റില്ലെങ്കിൽ കോർപ്പറേഷൻ അതിൽ നിന്നും പിന്മാറണം. അതോടൊപ്പം തന്നെ ഈ മറ്റ് ഓരോ അതായത് നേരത്തെ തന്നെ സൂചിപ്പിച്ചു ശ്മശാനം കൃത്യമായും അത് ആ ഒരു പരിചരണത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ആ ഒരു പുകക്കുഴലൊക്കെ തന്നെ കേടുവന്ന് ആ ഒരു രൂക്ഷമായിട്ടുള്ള ഗന്ധം ഇവിടെയുള്ള ജനങ്ങൾ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് അറവുശാലയിലെ ഈ ഒരു രൂക്ഷഗന്ധവും. അതോടൊപ്പം ഈ ശ്മശാനത്തിന് സമീപത്തായിട്ടാണ് നിരവധിയായി ഈ മാലിന്യങ്ങൾ ഈ ഒരു ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്നും ലോഡ് കണക്കിന് മാലിന്യങ്ങൾ കൊണ്ടിട്ടിരിക്കുന്നത്. അതിൽ നിന്നും വമിക്കുന്ന ആ ഒരു ദുർഗന്ധമുണ്ട്. അതൊക്കെ തന്നെ അതിൽ നിന്നുമൊക്കെ ഈച്ചകൾ ഈ വീടുകളിലേക്ക് എത്തുന്നു. കുടിക്കാൻ വെള്ളമെടുത്താൽ പോലും അതിൽ ഈച്ചകൾ വന്നിരിക്കുന്നു, ഭക്ഷണത്തിൽ വന്നിരിക്കുന്നു. ഇതൊക്കെ തന്നെ ഇവിടെയുള്ള ജനങ്ങൾ ദിവസവും അനുഭവിച്ചുകൊണ്ട് അവരുടെ ആ ഒരു കഷ്ടപ്പാട് തന്നെയാണ് അവർ പറയുന്നത്. കൃത്യമായും ഇതിലൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ നാളെയാണ് ഇവിടെ മനുഷ്യച്ചങ്ങല ഇവിടെയുള്ള ജനങ്ങൾ ഒന്നു ചേർന്നുകൊണ്ട് സംഘടിപ്പിക്കുന്നത്. ഇതിലൊരു പരിഹാരം വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ ഇവിടെയുള്ള ജനങ്ങളൊക്കെ കൂടെ കോർപ്പറേഷന്റെ ഈ ഒരു നടപടിക്കെതിരെ ശക്തമായി തന്നെ മുന്നോട്ട് വരുവാൻ തന്നെയാണ് തീരുമാനം. KP കോർപ്പറേഷന്റെ ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ അശാസ്ത്രീയ നടത്തിപ്പാണ് ജനങ്ങളെ ഇത്രത്തോളം ദുരിതത്തിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളൊക്കെയും ഈ കോർപ്പറേഷന്റെ അനാസ്ഥയ്ക്കെതിരെ നിസ്സംഗതയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. എം മനോജാണ് വിവരങ്ങൾ നൽകിയത്.